ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മോമിക്കോം കേരള. ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഓറിയോ ഐസ് സ്റ്റിക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 5 ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. പിന്നെ ഒരല്പം വാനില എസൻസ്, 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ കുറച്ച് ബദാം ഞാനിവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു 300 ml പാല്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾക്ക് വേണ്ടത്. ഇനി നമുക്ക് ഈ ഓറിയോസ് എല്ലാം ഇതുപോലെ ഒരു ചപ്പാത്തിയുടെ കോല് വെച്ച് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. എല്ലാം നമുക്കിങ്ങനെ ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലും 1 ടീസ്പൂൺ വാനില എസൻസും 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ എല്ലാ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റുകളും അറ്റെന്താ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുവാണ്. ഇനി നമ്മൾ ആ ബിസ്ക്കറ്റ് പാക്കറ്റിനുള്ളിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പാലിൻ്റെ ആ മിശ്രിതം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നീളത്തിലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിനുള്ളിലേക്ക് നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള എല്ലാ ബിസ്ക്കറ്റ്സും ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 8 മണിക്കൂർ ഇത് ഫ്രീസറിലേക്ക് വെക്കാം. അങ്ങനെ 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വളരെ ടേസ്റ്റി ആൻഡ് യമ്മി ആയിട്ടുള്ള നമ്മുടെ ഓറിയോ ഐസ് സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് ആ ആൽമണ്ട്സ് ഒക്കെ ചേർത്തുകൊണ്ട് നമ്മൾ ആ കഴിക്കുമ്പോൾ ഒരു ക്രഞ്ചിനെസ് ഒക്കെ കിട്ടും. പിന്നെ കുറച്ച് പാലും കണ്ടൻസ്ഡ് മിൽക്കും ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് സുഖമായിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കാം. വെറുതെ പുറത്തുനിന്ന് ഇനി ചോക്കോബാറൊന്നും വാങ്ങിച്ച് പൈസ കളയണ്ട. അതുപോലെ തന്നെ ഈ ചൂടത്ത് ഇത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ വളരെ ഹാപ്പിയും ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.